മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി. ഇപ്പോഴത്തെ ലൈവിനെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ല ഡയലോഗ് വേറെ കിട്ടാനില്ല. ലൂസ് ടോക്സ് നടക്കുവാണെങ്കിൽ പോലും നമുക്ക് ലൈവ് അപ്ഡേറ്റുകൾ ഇടാൻ സാധിച്ചാനെ, അതുപോലും നടക്കുന്നില്ല ലൈവിനകത്ത്. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം 10-90 ദിവസമായി. എല്ലാവരും ഇതെങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. ജിൻഡോ, അഭിഷേക്, ഋഷിയൊക്കെ കടന്ന് ഉറക്കമാണ്. സിജോയും അർജുനും ശ്രീതും ഒക്കെ നെസ്റ്റ് റൂമിലിരുന്ന് ഈച്ചയടിച്ച് ഇരിക്കുകയാണ്. ജാസ്മിൻ ഒറ്റയ്ക്ക് വരാന്തയില് ബീൻ ബാഗ് വിട്ട് അവിടെ ഇരിക്കുകയാണ്, ഫ്രണ്ടിലോട്ട് നോക്കി. ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് ആയിരിക്കും മൈൻഡില്. മനസ്സ് ആളൊഴിഞ്ഞ പുഴപ്പറമ്പ് പോലെയായി. എക്സ് കണ്ടസ്റ്റൻസ് വരാനായിട്ട് ഒരുപക്ഷെ ഏറ്റവും കാത്തിരിക്കുന്നത് ജാസ്മിൻ ആയിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഗബ്രിയെയും പിന്നെ റസ്മിനെയും അപ്സരേച്ചയും ഒക്കെ കാണാനായിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും ജാസ്മിൻ. ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. പിന്നെ ലൈവിനകത്ത് 2 വിശിഷ്ട അതിഥികൾക്ക് സ്പെഷ്യൽ ക്യാമറ സ്പേസ് ഒക്കെ കിട്ടി കേട്ടോ. മറ്റാരുമല്ല, ഒരു അണ്ണാനും പിന്നെ നമ്മുടെ കുരുവിയും. ബിഗ് ബോസ് അവരെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ആ വഴിയോടെ വൈബ് ചെയ്ത് നടക്കുവാണ്. ബാക്കിയുള്ളവരെ പോലെ മടി പിടിച്ചിരിക്കുമൊന്നുമല്ല. പ്രത്യേകിച്ച് ആ ഒരു അണ്ണാൻകുഞ്ഞ് എന്നെ ഓട്ടമായിരുന്നു. ജാസ്മിൻ അവരെ നോക്കി ഇങ്ങനെ ബീം ബാഗിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വരുവാൻ എല്ലാരും ഈ വിജന മമി വഴി, ആ ഒരു പാട്ടൊക്കെ ആയിരിക്കും. അതാണ് എനിക്ക് ഓർമ്മ വന്നത് ജാസ്മിന്റെ ഇരിപ്പ് കണ്ടപ്പം. ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിനകത്ത്. കൂടുതൽ